നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഭൂമിയെ മറ്റ് 7 ഗ്രഹങ്ങളിൽ നിന്നും നാം പ്രധാനപ്പെട്ട ഗ്രഹമായി കണക്കാക്കുന്നതിന്റെ കാരണമെന്നത് ഈ 8 ഗ്രഹങ്ങളിൽ വെച്ച് ഭൂമിയിൽ മാത്രമാണ് ഇതുവരെ ജീവനുള്ളതായി നാം മനസ്സിലാക്കിയിട്ടുള്ളതും കണ്ടെത്തിയിട്ടുള്ളതും എന്നതുകൊണ്ടാണ്. ഭൂമിയിൽ ജീവൻ രൂപപ്പെട്ടതും ഇപ്പോഴും നിലനിൽക്കുന്നതും ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഒന്നിലധികം സാഹചര്യങ്ങൾ ഭൂമിക്ക് അനുകൂലമായി വന്നതുകൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ടത് സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ശരിയായ അളവിലുള്ള സൂര്യപ്രകാശം മൂലമാണ് ഭൂമിയിൽ സസ്യങ്ങളും മരങ്ങളും രൂപപ്പെട്ടതും നിലനിൽക്കുന്നതും. ഇങ്ങനെ രൂപപ്പെട്ട ഈ മരങ്ങളിലെ പഴങ്ങളെയും സസ്യങ്ങളെയും ആഹാരമാക്കിയാണ് സസ്യഭുക്കുകളായ മൃഗങ്ങളും പുഴുക്കളും പ്രാണികളും നിലനിൽക്കുന്നത്. ഇവ ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവയെ ഭക്ഷിച്ച് ജീവിക്കുന്ന മാംസഭുക്കുകളായ ജീവികൾ നിലനിൽക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവൻ എന്ന പ്രതിഭാസം രൂപപ്പെട്ടതിനും ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് സൂര്യനാണ്. എന്നാൽ ജീവൻ നിലനിർത്തുന്ന ഇതേ സൂര്യൻ തന്നെ ജീവൻ നശിപ്പിക്കുന്നതിനും കാരണമാണ് സൂര്യനിൽ നിന്ന് രൂപപ്പെടുന്ന അപകടകരമായ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. എന്നാൽ ഭൂമിയിലെ ജീവൻ എന്ന ഈ പ്രതിഭാസത്തെ തുടച്ചു നീക്കാൻ ശക്തിയുള്ള ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാതെ ഭൂമിയെയും ഭൂമിയിലെ ജീവനെയും സംരക്ഷിക്കാനുള്ള മാർഗം പ്രകൃതി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ദ ഓസോൺ ലെയർ. ഓസോൺ ഗ്യാസ് കൊണ്ട് രൂപപ്പെട്ട കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂര്യന്റെ ജീവനെടുക്കുന്ന റേഡിയേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഒരു സംരക്ഷണ കവചം. ഭൂമിയിൽ നിന്ന് 15 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട 5 ലെയറുകളിൽ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനെയും ഭൂമിയിലെ മറ്റ് ജീവികളെയും സംരക്ഷിക്കുന്ന ഈ ഓസോൺ ലെയറിൽ മനുഷ്യന്റെ ചില തെറ്റുകളും ശ്രദ്ധയില്ലാതെയുള്ള പ്രവൃത്തിയും മൂലം ഭൂമിയിലെ 5ാമത്തെ വലിയ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയുടെ മുകളിൽ മുഴുവൻ അന്റാർട്ടിക്കയേക്കാൾ വലുപ്പത്തിൽ ഓസോൺ ലെയറിൽ 24.8 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ഹോൾ രൂപപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ഒരു ഹോളല്ല, പകരം ആ ഭാഗത്ത് ഓസോൺ ലെയർ നേർത്ത് ശോഷിച്ച അവസ്ഥയിലാണ് എന്ന് മാത്രം. എന്നാൽ സാറ്റലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ഹോൾ പോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഓസോൺ ഹോൾ രൂപപ്പെടാൻ കാരണമായ CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഭൂമിയുടെ മനുഷ്യവാസമുള്ള എല്ലാ ഭാഗത്തു നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നുണ്ടെങ്കിലും മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക്കയുടെ മുകളിലാണ് ഓസോൺ ഹോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം അന്റാർട്ടിക്കയുടെ അന്തരീക്ഷത്തിലുള്ള ചില പ്രത്യേകതകളും തണുത്ത പരിസ്ഥിതിയും മൂലം CFC വായുവിലൂടെ അവിടേക്ക് സഞ്ചരിച്ച് സൗത്ത് പോളിന് മുകളിലായി കൂടിച്ചേരുന്നതിന്റെ ഫലമായാണ് ഇത് അന്റാർട്ടിക്കയുടെ മുകളിൽ സംഭവിച്ചത്. എന്നാൽ വൈകിയാണെങ്കിലും മനുഷ്യർ ഇതിന്റെ അപകട സാധ്യത മനസ്സിലാക്കിയതോടെ CFC ബാൻ ചെയ്യുകയും ഓസോൺ ലെയറിന് ഡാമേജ് ഉണ്ടാക്കാത്ത HFC അഥവാ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ ഓസോൺ ഹോളിന്റെ വലുപ്പവും പതുക്കെ കുറയാനായിട്ട് ആരംഭിച്ചു. എങ്കിലും ഓസോൺ ലെയർ പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നത് ഏകദേശം 2065 മാത്രമായിരിക്കും. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഓസോൺ ലെയറിലുണ്ടായ ഈ ഹോൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ, അതിലൂടെ ഓസോൺ ലെയർ പൂർണ്ണമായും നശിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുകൂടി നോക്കാം. ഓസോൺ ലെയർ പൂർണ്ണമായും നശിച്ചാൽ സൂര്യനിൽ നിന്നുള്ള ശക്തമായ അൾട്രാ വയലറ്റ് റേഡിയേഷൻ നേരിട്ട് സസ്യങ്ങളിലേക്ക് പ്രവേശിച്ച് സസ്യങ്ങളുടെ DNA നശിപ്പിക്കും. അതിലൂടെ എല്ലാ സസ്യങ്ങളും മരങ്ങളും നശിക്കും. അതിലൂടെ ഭൂമിയിലെ മുഴുവൻ ആവാസ വ്യവസ്ഥയും നശിക്കാനായിട്ട് ആരംഭിക്കും. മനുഷ്യരിൽ സ്കിൻ ക്യാൻസർ അതിന്റെ എല്ലാ പരിധികളെയും മറികടക്കും. കൂടാതെ സൂര്യന്റെ ശക്തമായ റേഡിയേഷൻ മൂലം എല്ലാ വിളകളും കൃഷിയിടങ്ങളും നശിക്കും. കടൽ തീരങ്ങൾ മത്സ്യങ്ങളുടെ ശവപ്പറമ്പായി മാറും. കരയിൽ പേരിന് പോലും ഒരു തരി പച്ചപ്പ് കാണാൻ സാധിക്കാത്ത അവസ്ഥ. അതിലൂടെ ഏതെങ്കിലും ഒരു ജീവി ഈ റേഡിയേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെട്ട് അതിജീവിച്ചാൽ കൂടി അത് കഴിക്കാൻ ആഹാരമില്ലാതെ വിശന്ന് മരിക്കുന്നതായിരിക്കും.